ഹൗ ടു ഡൗൺലോഡ് ഷേഡേഴ്സ് ഓൺ മൈൻക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്നൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൽ ഷേഡർ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ടെക് സെല്ലർ. സോ നമുക്ക് വീഡിയോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ വെബ് ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക, ഒപ്റ്റിഫൈ എന്ന് പറഞ്ഞുകൊണ്ട്. അതപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. ഇവിടുന്ന് അല്ല നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാണ്ട്, ഇവിടെ ജസ്റ്റ് ഒരു ആഡാണ്. ഇവിടെ അപ്പം ജസ്റ്റ് 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും എത്തുക. ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ആ ഫയൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു സെറ്റ് ഫയൽ ആയിരിക്കും വരിക. ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മുടെ വെബ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ texturepacks.com എന്ന് സെർച്ച് ചെയ്യുക. ഇത് ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് അതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിലേക്ക് വേണ്ട ഷേഡർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ പല ഷേഡറുണ്ട്. ഞാനിവിടെ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണ്ട ഷേഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഷേഡർ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ജസ്റ്റ് സ്ക്രോൾ ചെയ്യുകയാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ലാസ്റ്റ് ഭാഗമായിട്ട് ഇങ്ങനൊരു വിൻഡോ കാണുന്നതാണ്. ഇതുപോലെ ഇവിടെ ഇപ്പോൾ ജാവ എഡിഷൻ എന്ന സെക്ഷനുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി അപ്പോൾ ജസ്റ്റ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത പേജിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടുന്ന് അപ്പോൾ ഒരു 4 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് തന്നെ ഡൗൺലോഡ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വിൻഡാർ ഫയൽ അല്ല സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാം. ഞാനപ്പോൾ ജസ്റ്റ് ഇത് ഈ ഒരു ഫോൾഡറോടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കംപ്ലീറ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫോൾഡർ കിട്ടുന്നതാണ്. ഇതപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അത് കട്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യേണ്ട. കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് വിൻഡോസ് +R ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡേറ്റ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം വരുന്ന ഫോൾഡറിൽ നിന്ന് റോമിംഗ് എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്ത് മൈൻക്രാഫ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇവിടുന്ന് ഷേഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടുപിടിക്കുക. ഷേഡർ എന്ന് പറഞ്ഞ ഫയൽ ഷേഡർ പാക്സ് അതപ്പോൾ ജസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങോട്ട് ജസ്റ്റ് നമ്മുടെ കോപ്പി ചെയ്ത് ഫോൾഡർ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഷേഡർ സക്സസ് ആയിട്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അപ്പം ജസ്റ്റ് നമുക്ക് ടി ലോഞ്ചർ ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ടി ലോഞ്ചർ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഒപ്റ്റിഫൈ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടി ലോഞ്ചറിന് വേണ്ടിയാണ് ഒപ്റ്റിഫൈ ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ജസ്റ്റ് ടി ലോഞ്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ എൻ്റർ ദ ഗെയിമിന് മുമ്പേ വെർഷൻ ചേഞ്ച് ചെയ്ത് നമ്മൾ ഒപ്റ്റിഫൈ എന്ന് ഡൗൺലോഡ് ചെയ്ത് വെർഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ദ ഗെയിം എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് മൈൻക്രാഫ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാനിവിടെ ഒരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടി സർവൈവൽ മോഡ് മാറ്റി ക്രിയേറ്റീവ് ആക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ലാഗ് കാണും. കാരണം എൻ്റെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ആയി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ഷേഡേഴ്സ് ചെല്ലുക. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ഷേഡർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആ ഷേഡർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഡൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ശരിക്കും ഇത്ര ലാഗ് ഇല്ല. എൻ്റെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ മൈൻക്രാഫ്റ്റ് റെക്കോർഡിംഗ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അതിനുശേഷം എല്ലാം ഡൺ ക്ലിക്ക് ചെയ്ത് ബാക്ക് ടു ദ ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഷെയർ ഇവിടെ ആക്ടിവേറ്റ് ആകുന്ന കാണാം. എനിക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ ലാഗ് ഉള്ളതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്ര ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ
എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു, അതുപോലെ ഹെൽപ്ഫുൾ ആയെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മൈൻക്രാഫ്റ്റ് സെർവർ ഉണ്ടാക്കുന്നത് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുക.